എന്തായാലും ഇപ്പോൾ ആശാ ലോറൻസിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം, ഇപ്പോൾ രണ്ട് വിഭാഗത്തിന്റെയും സത്യവാങ്മൂലം ഹൈക്കോടതിയിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയുടെ ഒരു തീരുമാനം നിർണായകമാണ്. ഇപ്പോൾ CPM നേതാക്കൾ സംസാരിച്ചതുപോലെ മക്കൾ തീരുമാനിക്കുന്നത് പോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ. പക്ഷേ ഇതൊരു അവസാന നിമിഷം കോടതി കയറുന്നു എന്നൊരു വലിയ വേദനയാണ് ഉള്ളത്. കോടതിയുടെ തീരുമാനം എന്താകും എന്നതാണ് ആകാംക്ഷ. തീരുമാനമെടുക്കും വരെ മൃതദേഹം സൂക്ഷിക്കണം എന്നതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. മാത്രവുമല്ല, നേരത്തെ ഇക്കാര്യത്തിൽ മൃതദേഹം കൈമാറുന്നതിൽ എതിർപ്പറിയിച്ച് ആശാ ലോറൻസ് ഒരു എതിർപ്പ് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നൽകിയിരുന്നു. അത് എറണാകുളം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അത് സൂപ്രണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ ആശാ ലോറൻസിൻ്റെ എതിർപ്പ് പരിഗണിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കണം. അതുവരെയും മൃതദേഹം സൂക്ഷിക്കണം, സംസ്കരിക്കാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാതെ സൂക്ഷിക്കണം എന്ന കാര്യവുമാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന്. തീരുമാനമെടുക്കുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കണം. കോടതിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ സൂക്ഷിക്കണം. മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് ഇപ്പോൾ തൽക്കാലം കോടതി തടഞ്ഞിരിക്കുന്നു. മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണം. ആശയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ഇപ്പോൾ CPM നേതാക്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വാഹനം അവിടെ എത്തി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ശ്യാം, വിശദാംശങ്ങൾ വ്യക്തമാക്കാമോ? നേരത്തെ ഇക്കാര്യത്തിൽ, അതായത് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്ന കാര്യത്തിൽ ആശാ ലോറൻസ് ഒരു എതിർപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മുന്നിൽ അറിയിച്ചിരുന്നു. ആ എതിർപ്പ് അക്കാര്യത്തിൽ ആ ഉദ്യോഗസ്ഥൻ തീരുമാനമെടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ആശാ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉദ്യോഗസ്ഥൻ എത്രയും വേഗം ആശാ ലോറൻസിന്റെ അപേക്ഷയിൽ തീരുമാനമെടുക്കണം എന്നതാണ്. ആ തീരുമാനമെടുക്കുന്നതുവരെയും മൃതദേഹം സംസ്കരിക്കുന്നതിന് വിലക്കുണ്ട്. മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് അനിശ്ചിതകാലത്തേക്കല്ല, എത്രയും വേഗം തീരുമാനമെടുക്കണം എന്നാണ് വ്യക്തമാക്കുന്നത്. ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ആശാ ലോറൻസിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണം. ഈ ഉദ്യോഗസ്ഥൻ എത്രയും വേഗം ഈ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് മണിക്കൂറുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് എന്ന് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. എത്രയും വേഗം തീരുമാനമെടുക്കുക എന്ന് മാത്രമാണ് പറയുകയും ചെയ്തത്. മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറാൻ അനുമതി നൽകിയിട്ടില്ല എന്നാണ് ആശാ ലോറൻസ് ഇതിൽ പറഞ്ഞത്, ഈ ഹർജിയിൽ ഹൈക്കോടതിയിൽ പറഞ്ഞത്. എന്നാൽ രണ്ട് മക്കളുടെയും സത്യവാങ്മൂലം, അതായത് സുജാത ബോബന്റെയും ഒപ്പം ML സജീവന്റെയും സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകി. ഇവർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ നൽകി. ആ സത്യവാങ്മൂലത്തിൽ ML സജീവനും സുജാത ബോബനും പറഞ്ഞത് MM ലോറൻസ് തൻ്റെ മൃതദേഹം ആശുപത്രിക്ക് കൈമാറണം എന്ന ആഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. അതനുസരിച്ചാണ് അത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നമുക്ക് ഇപ്പോൾ